ട്രംപ് അനുഭവിക്കുന്ന ഒരു വിഷയം വളരെ സങ്കീർണമാണ്. യുദ്ധം തുടങ്ങി വെച്ചു. പറഞ്ഞ കാരണങ്ങൾ ആണവ കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധം ഇറാൻ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. യുദ്ധത്തിന് മുൻപുള്ള സാഹചര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഇപ്പോൾ യുദ്ധം ചെയ്തത്? അവിടെ അമേരിക്ക ഉത്തരം പറയാൻ ഇല്ലാതെ വരുന്നു. അമേരിക്കൻ കപ്പലുകൾ ഹോർമൂസിലേക്ക് കടന്നാൽ തങ്ങളത് ആക്രമിക്കാൻ മടിക്കില്ല. ഇറാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വീൺവാക്കായില്ല. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചിരിക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമൂസിലെ കാര്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഈ ലെബനനിലെ വെടിനിർത്തൽ നിലവിൽ വന്നതിനാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ വാണിജ്യ കപ്പലുകളുടെയും ഗതാഗതം വെടിനിർത്തൽ കാലയളവിലേക്ക് പൂർണ്ണമായും തുറന്നുകൊടുത്തതായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചത്. എന്നാൽ ട്രൂത്ത് സോഷ്യലിലൂടെ നന്ദി അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാകട്ടെ, ഇറാനുമായുള്ള ഇടപാടുകൾ പൂർത്തിയാകുന്നതുവരെ നാവിക ഉപരോധം പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുമെന്നുമാണ്. ഇതിന് പിന്നാലെ ശത്രുവിന്റെ താൽപര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങരുത് എന്നാണ് ഇറാനിയൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളും സംഘടനകളും പ്രതികരിച്ചിരിക്കുന്നതും. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ശരിക്കും ട്രംപിന് വേണ്ടിയിരുന്നത് വെനസ്വലയിൽ ചെയ്തതുപോലെ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഇറാനിയൻ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കലുമായിരുന്നു. നെതന്യാഹുവിന്റെ വാക്കുകളിലും അമേരിക്കയുടെ വ്യോമശേഷിയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണല്ലോ ട്രംപ് യുദ്ധത്തിന് ചാടിയിറങ്ങിയത്. പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും യുദ്ധത്തെ ഹോർമൂസ് കടലിടുക്കിൽ തളച്ചിടുമെന്നും സ്വപ്നത്തിൽ പോലും ഇവർ കരുതി കാണില്ല. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പോയ ട്രംപിന്റെ ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ ഹോർമൂസിലാണ്. ഈ ഹോർമൂസ് പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ ചിന്ത. ഹോർമൂസിൽ കാര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാതെ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് സാധ്യത ഉണ്ടാകുമ്പോൾ ഉടമ്പടി ഉണ്ടായിക്കഴിഞ്ഞാലും ഹോർമൂസിൽ ഇനി എന്താണ് സംഭവിക്കുക? കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ഒരു ട്രൂത്ത് സോഷ്യൽ കമന്റ് ഇങ്ങനെയാണ് പോകുന്നത്: വി ഗെറ്റ് ഫ്രീ ഓയിൽ ഫ്രം ഇറാൻ, വി ഗെറ്റ് ഹോർമൂസ് ഫ്രീ. അല്ലെങ്കിൽ ഹോർമൂസിനെ ഞങ്ങൾ ഫ്രീ ആക്കും, ഫ്രീ ആയിട്ട് ഞങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവരും. ഫ്രീ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാതെ എന്നല്ല, ആ ഇറാനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ ലോകത്തെല്ലായിടത്തും എണ്ണ വില പിടിച്ചു നിർത്താൻ കഴിയും. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലോകത്തിൽ ലഭിക്കും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ വിപണിയിൽ ഉൾപ്പെടെ എണ്ണവില വല്ലാതെ കുതിച്ചുയർന്നു. അമേരിക്കയിൽ വളരെ ലാഭകരമായി കിട്ടുന്നൊരു കാര്യമാണ് ക്രൂഡ് ഓയിൽ, അല്ലെങ്കിൽ എണ്ണ, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച അല്ലെങ്കിൽ ശുദ്ധീകരിച്ച എണ്ണ, അതായത് ഡീസൽ, ഗ്യാസ് എന്നൊക്കെ പറയുന്ന പെട്രോൾ. ഇതെല്ലാം ഇവിടെ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ കിട്ടുന്ന ഒരു രാജ്യമാണല്ലോ അമേരിക്ക. പക്ഷേ അവിടെ ക്രമാതീതമായി വില വിട്ടുയർന്നപ്പോൾ അമേരിക്കൻ ജനതയെ ഉൾപ്പെടെ ഒന്ന് സമാധാനിപ്പിക്കാൻ ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് അനുഭവിക്കുന്ന ഒരു വിഷയം വളരെ സങ്കീർണമാണ്. യുദ്ധം തുടങ്ങി വെച്ചു. പറഞ്ഞ കാരണങ്ങൾ ആണവ കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധം ഇറാൻ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. മേഖലാ യുദ്ധമായി മാറ്റിയെടുത്തു. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. അമേരിക്ക ഇത് പ്രതീക്ഷിച്ചില്ല. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി ഇറാൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് ഏതാണ്ട് സംഭവിക്കുകയും ചെയ്തു. അതിലെ പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തി. അതുകൊണ്ട് അവിടെ ഇല്ലായിരുന്ന വിഷയങ്ങളാണിതൊക്കെ. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചിട്ട് മാത്രമേ ഒരു മുൻ കാര്യങ്ങളിലേക്ക് വരാനാവൂ. അതുകൊണ്ട് പുതിയതായി ഉണ്ടായ വിഷയങ്ങൾ, ഇറാൻ നടത്തിയ യുദ്ധങ്ങൾ, ഗൾഫ് മേഖലയെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങൾ, അതിനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് ഇറാനിൽ നിന്ന് വാങ്ങേണ്ടി വരും. അതുപോലെ ഹോർമൂസ് കടലിടുക്ക് ഇനി എങ്ങനെയാണ് സുഗമമാക്കേണ്ടത്? ഇറാൻ്റെ ഒരു സ്വാധീന മേഖലയായിരുന്നെങ്കിലും ഇറാൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. ഇപ്പോൾ ഇറാൻ അതിൽ നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഇറാന് നിയന്ത്രണമില്ല, അമേരിക്കയ്ക്ക് നിയന്ത്രണമില്ല, ആർക്കും നിയന്ത്രണമില്ല. യുദ്ധത്തിന് മുൻപുള്ള സാഹചര്യത്തിലേക്ക് ഹോർമൂസ് മടങ്ങിപ്പോകട്ടെ എന്ന് തീരുമാനമെടുക്കാൻ കഴിയും. സമാധാന ചർച്ച, ഇസ്ലാമാബാദിൽ സംഭവിക്കുന്ന സമാധാന ചർച്ചകളിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് എന്ത് കാര്യം? അങ്ങനെ ആയിരുന്നല്ലോ ഇതിനു മുൻപ്. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്തിനായിരുന്നു യുദ്ധം? ഇതിനു വേണ്ടിയായിരുന്നോ യുദ്ധം? യുദ്ധത്തിന് മുൻപുള്ള സാഹചര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഇപ്പോൾ യുദ്ധം ചെയ്തത്? അവിടെ അമേരിക്ക ഉത്തരം പറയാൻ ഇല്ലാതെ വരുന്നു. അപ്പോൾ അമേരിക്കൻ ജനതയോട് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ ട്രംപ് വിധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ട്രംപ് കൺഫ്യൂസ്ഡാണ്. എന്തിനായിരുന്നു യുദ്ധമെന്ന് ട്രംപിന് തന്നെ മനസ്സിലാകുന്നില്ല. സഖ്യകക്ഷികളെ ഒന്നും തന്നെ കൂടെ കിട്ടിയില്ല. ഇസ്രായേൽ അല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം തന്നെ മുഖം തിരിഞ്ഞു നിന്നു. ഗൾഫ് രാജ്യങ്ങൾ ഒരു ചെറിയ
സംശയത്തോടു കൂടി ട്രംപിൻ്റെ നീക്കങ്ങളെ വീക്ഷിക്കുന്നു. ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നു എങ്കിലും ഇപ്പോൾ ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ ഒപ്പമാണ് എന്ന പ്രതീതി ജനിക്കുന്നു എങ്കിൽ പോലും ആത്യന്തികമായി അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിനെ ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഹോർമോസ് തുറക്കും എന്ന ഒരു സിംഗിൾ പോയിന്റിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഹോർമോസ് തുറക്കണമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് വീണ്ടും വീണ്ടും ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, നിങ്ങൾക്ക് ഹോർമോസിലേക്ക് കടക്കാൻ സേനാ വിന്യാസം അല്ലെങ്കിൽ അമേരിക്കൻ കപ്പലുകൾ ഹോർമോസിലേക്ക് കടന്നാൽ തങ്ങളത് ആക്രമിക്കാൻ മടിക്കില്ല. ഇറാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വീൺവാക്കായില്ല. അതുകൊണ്ടൊരു പക്ഷേ ആക്രമണം നടന്നേക്കാം. തീർച്ചയായും അമേരിക്കയുടെ പ്രത്യാക്രമണം കരയിലേക്കും നടന്നേക്കാം. അതൊക്കെ ഏറിയൽ ആക്രമണങ്ങളായിരിക്കും, കരയുദ്ധമല്ല. ഇപ്പോഴും അമേരിക്ക കരയുദ്ധത്തിന് സന്നദ്ധമല്ല. അത് അപകടം പിടിച്ച പണിയാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അവിടെയാണ് ഇറാൻ്റെ പിൻബലം. ഇനി ഇറാൻ്റെ ഓരം ചേർന്ന് കപ്പലുകൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു. ഒരു പാകിസ്ഥാൻ കപ്പൽ ഹോർമോസിലേക്ക് പ്രവേശിച്ച് UAE-യിൽ ചെന്ന് അവിടുന്ന് ഓയിൽ ടാങ്കറാണ്, അവിടുന്ന് ഓയിൽ സ്വീകരിച്ചതിന് ശേഷം ഹോർമോസിലൂടെ പുറത്തേക്ക് പോയി. ആരും ആക്രമിച്ചില്ല. അപ്പോൾ ഹോർമോസ് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു എന്നൊരു പ്രതീതിയൊന്നും ശരിയല്ല. പൂർണ്ണമായി അടഞ്ഞിട്ടില്ല, ഒരു പരിധി വരെ. പക്ഷേ ഇതിലേക്ക് അമേരിക്ക പറയുന്നത് ഹോർമോസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ തങ്ങൾ മോണിറ്റർ ചെയ്യും. ഇറാൻ തുറമുഖത്തേക്കാണ് പോകുന്നതെങ്കിൽ തങ്ങളത് തടഞ്ഞു നിർത്തും. പക്ഷേ ഇതിനിടയിൽ ചൈന കൊണ്ടുപോയി, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുമാണ്, ചൈനീസ് കപ്പലുകൾ വൻതോതിലൊന്നുമല്ല 2-3 കപ്പലുകൾ കടന്നു പോവുകയും പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പം അതിനർത്ഥം അമേരിക്കയ്ക്ക് ഈ ഉപരോധമൊന്നും പൂർണ്ണമായി പരിസമാപ്തിയിലെത്തിച്ച് നിർത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല. ഇത് ദീർഘിക്കും തോറും കൂടുതൽ കുരുക്ക് മുറുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാബാദ് ചർച്ചകളെ, 2ാം റൗണ്ട് ചർച്ചകളെ വളരെ ആവേശപൂർവ്വം, വളരെ പ്രത്യാശാപൂർവ്വം ലോകം കാണുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും എങ്ങനെയെങ്കിലും തല ഊരണം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെത്തിയിരുന്നു, നേതാക്കളുമായി സംസാരിച്ചു. അദ്ദേഹം തുർക്കിയുടെ നേതാക്കളുമായി സംഭാഷണത്തിലേർപ്പെട്ടു, ഈജിപ്ഷ്യൻ ലീഡർഷിപ്പുമായി സംഭാഷണത്തിലേർപ്പെട്ടു. സമാന്തരമായി പാകിസ്ഥാൻ സേനാ തലവൻ അസിം മുനീർ, ഫീൽഡ് മാർഷൽ അസിം മുനീർ, അമേരിക്കയുടെ ഏറ്റവും വലിയ ഡാർലിംഗ് ആണിപ്പോൾ അസിം മുനീർ വീണ്ടും ടെഹ്റാനിലെത്തി. ടെഹ്റാനിലെ ഇറാനിയൻ നേതൃത്വവുമായി നിരന്തര ചർച്ചയിലായിരുന്നു. ഗലിബാഫ്, അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ സ്പീക്കർ, പാർലമെൻറ്റ് സ്പീക്കർ, മജ്ലിസിൻ്റെ സ്പീക്കറുമായി സംസാരിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സൂചന, ഇറാൻ്റെ നയതന്ത്ര നീക്കങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തി കാണുന്നത് പാർലമെൻറ്റിൻ്റെ സ്പീക്കറായ ഗലിബാഫാണ്. അയത്തുള്ള മുജ്തബ ഖൊമേനിയെ പരസ്യമായിട്ടൊന്നും കാണുന്നില്ല, ഒരുപക്ഷെ രഹസ്യമായി അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവണം. അതുപോലെ അബ്ബാസ് അരാക്ചി വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ 2 പേരുകളാണ് വീണ്ടും കേൾക്കുന്നത്. ഗലിബാഫിൻ്റെ പേരും അബ്ബാസ് അരാക്ചിയുടെ പേരുമാണ് വീണ്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിനിധികളായി കേൾക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം സമഗ്രമായ ചർച്ചകളിലാണ്. അതേസമയം തന്നെ തുർക്കിയും സൗദി അറേബ്യയും ഈജിപ്തും നിരന്തര സംഭാഷണത്തിലാണ്. അവർ അടുത്ത ദിവസം സമ്മേളിക്കുകയും ചെയ്യുന്നു. ഒരു മേഖലാ ശക്തികൾ എന്ന രീതിയിൽ സൗദി അറേബ്യ നേരിട്ട് അഫക്റ്റഡായ പാർട്ടിയാണ്, തുർക്കി നേരിട്ട് അഫക്റ്റഡ് അല്ല. തുർക്കിയിലേക്ക് ഒരു മിസൈൽ പോയി എന്നൊക്കെ കേട്ടു, പക്ഷേ അത് അത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഈജിപ്തിലേക്ക് ഒരു ആക്രമണവും നടന്നതായി ഇതുവരെ വിവരമില്ല. പക്ഷേ ഈ 3 രാജ്യങ്ങളും ഇസ്ലാമിക മേഖലയിലെ ശക്തമായ രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യം കൂടിയാണല്ലോ, ആണവ ബോംബ് കൈവശമുള്ള ഏക ഇസ്ലാമിക രാജ്യം. അപ്പോൾ ഇവരെല്ലാം തമ്മിൽ നിരന്തരമായ ചർച്ചയാണ്. ഇവരെല്ലാം തന്നെ ഈ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ പെടുന്ന രാജ്യങ്ങളുമാണ്. തുർക്കി അമേരിക്കയുടെ പങ്കാളിയാണ്, നെയ്റ്റോ പങ്കാളിയാണ്. സൗദി അറേബ്യ സാമ്പത്തിക പങ്കാളിയാണ്. ഈജിപ്റ്റ് അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ സൈനിക ജനറൽ അമേരിക്കയുടെ സ്വന്തം ആളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ബ്രോക്കേർഡ് പീസ് വിത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇത് വളരെ വലുതാണ്. ഇവിടെ എങ്ങനെയാണ് ഇറാൻ ഇതിനോട് വഴങ്ങുമോ? പൂർണ്ണമായി ഹോർമോസ് തുറന്നു കൊടുക്കുമോ? പൂർണ്ണമായ യുദ്ധവിരാമം സാധ്യമാകുമോ? അന്തിമ കരാർ ആണവ വിഷയങ്ങൾ ഉൾപ്പെടെ പൂർണ്ണ ധാരണയിലെത്താൻ സാധിക്കുമോ? മിസൈലുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും ധാരണ ആയിട്ടുണ്ടാകുമോ? ഇതെല്ലാം തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. അതിനിടയിൽ ട്രംപ് ഓരോരോ ക്ലെയിം നടത്തുന്നത് ഒരു മാർജിനിട്ട് മാത്രം വിശ്വസിക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ.